കൊച്ചിയിൽ ഓടകൾക്ക് മുകളിലെ സ്ലാബുകൾക്കിടയിൽ കാൽ കുടുങ്ങുന്നത് പതിവ് കാഴ്ചയായിരിക്കുകയാണ്. ഇന്ന് പാലാരിവട്ടത്തും ഇത്തരമൊരു സംഭവമുണ്ടായി. അരമണിക്കൂറിലേറെ നേരമാണ് അനങ്ങാതെ റോഡരികിൽ ഇരുന്നത്. നഗരത്തിലെ കാനകളുടെ മുകളിലുള്ള സ്ലാബുകളുടെ അവസ്ഥ പലയിടത്തും പരിതാപകരമാണ്. കാനകളുടെ ശുചീകരണ പ്രവർത്തനം അടക്കം ഇഴഞ്ഞു നീങ്ങുന്നതും ഇടറോഡുകളിലെ വാട്ടർ അതോറിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങളും നഗരത്തിലെ യാത്ര ദുരിതമാക്കി മാറ്റുകയാണ്. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ചേരുകയാണ്. പാലാരിവട്ടത്തു നിന്നും രാവിലെ കാനയിൽ യുവതിയുടെ കാല് കുടുങ്ങിയ പ്രദേശത്ത് നിന്ന് ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ കാനയിൽ കാല് കുടുങ്ങിയ അപകടം പതിവാകുകയാണ് കൊച്ചിയിൽ. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് പാലാരിവട്ടത്ത് ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രദേശം, അതായത് പാലാരിവട്ടം നമ്മുടെ ഫ്ലൈ ഓവറിന് താഴ്വശത്തായാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഈ സ്ലാബുകളുടെ ഇടയിലേക്കായിരുന്നു ആ യുവതിയുടെ കൈ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ ഒരു പൊട്ടിയ ഭാഗം, ഈ ഒരു പൊട്ടിയ ഗ്യാപ്പ്, 2 സ്ലാബുകൾക്കിടയിലുള്ള ഈ ഗ്യാപ്പിലേക്ക് ആ യുവതിയുടെ കാല് ഇറങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് അത് പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതിനുശേഷം ഈ പഴകിയ സ്ലാബുകൾ ഉയർത്തിയതിനു ശേഷമാണ് ഈ കാലുകൾ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഈ ഒരു സ്ലാബിൽ തന്നെ നോക്കിയാൽ അറിയാം, അതിൻ്റെ കമ്പികളെല്ലാം തുരുമ്പിച്ച അവസ്ഥയിലുള്ള സ്ലാബുകളായിരുന്നു. അതിനുശേഷം പിന്നീട് മെട്രോ അധികൃതർ വന്നാണ്, മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അവർക്കാണ് ഈ ഒരു കാന നവീകരണവും മറ്റുമുള്ള ചുമതല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ലാബുകൾ പിന്നീട് വന്ന് ഈ ഒരു തുരുമ്പെടുത്ത സ്ലാബുകളടക്കം പിന്നീട് വന്ന് അത് മാറ്റി പുതിയ സ്ലാബുകൾ ഇടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു പ്രദേശത്ത് ഈ തരത്തിലാണ് ഈ ഒരു സ്ലാബുകൾ ഉണ്ടായിരുന്നത്. തുരുമ്പിച്ച സ്ലാബുകൾ അത് പലതും പൊട്ടി വീഴുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു പ്രശ്നം ഈ ഒരു പ്രദേശത്തടക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാനകൾ ശുചീകരിച്ചതിന് ശേഷം അത് വീണ്ടും എടുത്തു വെക്കുകയും അങ്ങനെ നിരവധി തവണ ഈ കൊച്ചി നഗരത്തിലെ സ്ലാബുകൾ പലതും ഇളക്കി മാറ്റി ശുചീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം വലിയ രീതിയിൽ മാലിന്യം അടഞ്ഞുകൂടിയ ഒരു അവസ്ഥയിലാണ്. നമുക്ക് ഈ ഒരു സ്ലാബിൻ്റെ കാര്യം, ഈ ഒരു ഓടയുടെ കാര്യം എടുത്താൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരിച്ച് പോയ ഒരു ഓടയാണ്. ആ ഓടയിലേക്ക് തന്നെ നോക്കിയാൽ നമുക്കറിയാം, ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ മാലിന്യങ്ങളും മണ്ണും ചെളിയും എല്ലാം വന്ന അടഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഈ വെള്ളം മാത്രം ഒഴുകിയെത്തുന്നതിനപ്പുറത്തേക്ക് ഈ മാലിന്യങ്ങളടക്കം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതാണ് ഈ ഓരോ ഇടവേളകളിൽ വീണ്ടും വീണ്ടും ഈ ഒരു സ്ലാബുകളടക്കം ശുചീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ നിരന്തരം ഇളക്കി മാറ്റേണ്ടി വരുന്നതാണ് പല സ്ലാബുകളും ഇത്തരത്തിൽ അത് മോശം അവസ്ഥയിലേക്ക് എത്താൻ കാരണമെന്നാണ് ഈ അധികൃതർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ പാലാരിവട്ടത്ത് ജോലിക്കെത്തിയ സ്ത്രീ ഈ കാൽ കുടുങ്ങി അരമണിക്കൂറോളം ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. പിന്നീട് ഈ സ്ലാബ് പൊളിച്ചു മാറ്റിയാണ് ഈ ഒരു പ്രദേശത്തെ നിന്ന് ആ യുവതിയെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞതായാലും ഇപ്പോൾ മഴ ഈ ഒരു പ്രദേശത്ത് ശക്തമായി പെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം അത് പലയിടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടത്ര വേഗതയില്ല എന്നുള്ളൊരു ആരോപണം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉയർന്നു വന്നിരുന്നു. കാരണം ഈ നീക്കം ചെയ്യുന്ന മണ്ണടക്കം ഈ ഓടയുടെ സമീപത്ത് പലയിടത്തും കൂട്ടിവെക്കുന്നു. അത് വീണ്ടും ഇത്തരത്തിൽ ഈ കാനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട് തുടങ്ങിയ ആരോപണങ്ങളടക്കം ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നേരെയാക്കുകയും അതുപോലെ തന്നെ ഈ നടപ്പാലം അടക്കുന്ന ഈ ആളുകൾ നടന്നു പോകുന്ന പ്രദേശത്തെ കാനകൾ അത് കൂടുതൽ ശക്തമായ രീതിയിൽ ക്രമീകരിക്കണം, അതിൻ്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യം എന്തായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതായാലും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ഒരു പ്രദേശത്തിന് സമീപം യുവതിയുടെ കാൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി, സഹിൻ ആരടി കൂടി ചേരുന്നുണ്ട്. പനമ്പള്ളി നഗർ വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ച റോഡിന്റെ സമീപത്ത് നിന്ന്. സഹിൻ, നമുക്കറിയാവുന്നതുപോലെ ഓരോ നിർമ്മാണ പ്രവർത്തികളും തുടങ്ങുമ്പോൾ ഈ ഓടകൾ കുത്തിപ്പൊളിക്കുന്നു, അത് അതേ അവസ്ഥയിൽ തുടരുന്നു, പിന്നീട് അപകടമുണ്ടാകുന്നു. ഇതൊക്കെ പതിവ് കാഴ്ചയാണ് കൊച്ചിയിൽ. എന്താണ് ഈ പനമ്പള്ളിയിൽ നിന്നുള്ളൊരു സാഹചര്യം?
അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ നേരത്തെ ആസിഫെല്ലാം പറഞ്ഞിരുന്നു, കൊച്ചിയിലെ കാനകൾ മഴ എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ വേനൽക്കാലത്ത് കൃത്യമായ ശുചീകരണ പ്രവർത്തനം പലയിടങ്ങളിലും നടന്നിരുന്നില്ല എന്നുള്ളതാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് കൊച്ചി ഇട റോഡുകളിലെ ഒരു അവസ്ഥ എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, സാധാരണ മഴക്കാലമായാൽ ഒരു തമാശ പറയാറുണ്ട്, വാട്ടർ അതോറിറ്റി ഈ റോഡുകളൊന്നും കണ്ടില്ല എന്നതാ. നോക്കൂ, ഇതുപോലുള്ള പൈപ്പുകളാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഈ റോഡിലേക്ക്, ഞാൻ ഈ കുഴികളൊന്നും നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. ഒരു വാഹനം വരികയാണെങ്കിൽ സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു വാഹനത്തിന് കടന്നു പോകാവുന്ന വഴികളിൽ വെട്ടിപ്പൊളിക്കുകയും പിന്നീട് ആ റോഡ് നന്നാക്കാത്ത ഒരു സ്ഥിതിയാണ് കൊച്ചിയിൽ ആകമാനമുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് പനമ്പള്ളി നഗർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇടത്താണ്. പനമ്പള്ളി നഗറിലെ ആ 1 കിലോമീറ്ററോളം വരുന്ന റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി ജീവനക്കാരെ ആ പണി കഴിഞ്ഞ് അവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ഈ രീതിയിലാണ് റോഡിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത്. ഇനിയും അങ്ങോട്ടേക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഒരു ഭാഗത്ത് മണൽ ഇങ്ങനെ കൂമ്പാരമായി ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം ആരെങ്കിലും എടുത്ത് മാറ്റണം, ഞങ്ങളിതൊന്നും ബാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന തൊഴിലാളികളും എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുണ്ടും കുഴിയൊക്കെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ തന്നെ തരില്ല, 1 2 3 4 5 അങ്ങനെ നീണ്ടു പോകുന്ന രീതിയിലേക്ക് കുണ്ടും കുഴികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 കിലോമീറ്ററോളം ഈ മഴക്കാലത്ത് വെട്ടിപ്പൊളിച്ചിടുക, ഇത്രയും നാളും ഈ പണിയെക്കുറിച്ചൊന്നും ആരും ആലോചിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എത്ര ദിവസമായി ചേട്ടാ ഈ പണിയൊക്കെ തുടങ്ങിയിട്ട്? അറിയത്തില്ല, ഞാൻ പുതിയതായിട്ട്. ഓക്കെ. എന്തായാലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലായിരുന്നു. ഈ കാണുന്നത് പോലെ തന്നെ ഈ കുണ്ടും കുഴിയുമായിട്ട് ഈ ഭാഗങ്ങൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1 കിലോമീറ്ററോളം ഉള്ള നീളമുള്ള ഒരു സ്ഥലമാണ്. അവിടെ എല്ലാം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. അത് പണി കഴിഞ്ഞാൽ ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്യാനോ ടാർ ചെയ്യാനോ ഇവിടെ എത്തുന്ന ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ തയ്യാറാകുന്നില്ല. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ഇത്രയും നാളും പണിയില്ലായിരുന്നു ഇവിടെ ഒന്നും. ഇപ്പോൾ ഇത് നല്ല റോഡായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. ഇപ്പോൾ ഈ മഴ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ പൈപ്പ് ഇടലും പരിപാടിയായിട്ട് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ കടവന്ത്ര ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ടിപ്പോൾ എല്ലാ റോഡും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 6 മാസത്തേക്ക് ഏറ്റവും കുറഞ്ഞത് ഇതുമേൽ ഇനി അവർക്ക് മൂടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചോളൂ. അപ്പോൾ ഇനി ഇതിൽ ചെക്ക് ചെയ്തിട്ട് രണ്ടാമത് ഇതിൽ പഴയ പൈപ്പിൽ നിന്ന് ഇതിലേക്ക് തിരിച്ച് കണക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും ഇതിന് വേനൽ സമയത്തൊക്കെ ചെയ്യാവുന്ന ഒരു പണിയായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞ ആൾക്കാരെ വൈകുന്നേര സമയത്ത് ഇതിൽ ഒരാൾക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ മണൽ മാത്രമാണ്, ആ പൊളിച്ച ഭാഗത്തുള്ള മണ്ണ് തിരിച്ചിടും, ഇത് വലിയൊരു കുഴിയായി മാറും. ആ കുഴിയിൽ നിന്ന് പിന്നീട് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പൊതുജനം എങ്ങനെ വേണേലും യാത്ര ചെയ്തോട്ടെ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതാക്കി നോക്കൂ, ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന ആളുകളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. എത്ര പേർ വേണമെങ്കിലും മറിഞ്ഞു വീഴാം, അപകടമുണ്ടാകാം, എന്തെല്ലാം സംഭവിക്കാം. നേരത്തെ പാലാരിവട്ടത്ത് സംഭവിച്ചതുപോലെ കാലിനും കൈക്കും എല്ലാം അപകടം സംഭവിക്കാം. അതൊന്നും ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവരിങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് പോകുന്നത് ഇത് പതിവാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴക്കാലമായാൽ നല്ല റോഡുകൾ കണ്ടാൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് ഇത് പതിവാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മന്ത്രി ജി സുധാകരൻ്റെ കാലത്ത്, സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിൽ വെട്ടിപ്പൊളിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് നടപടികൾ സ്വീകരിച്ചിരുന്നു. അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. എന്തായാലും ഈ വാർത്തകളെല്ലാം കാണുമ്പോൾ അത്തരം ഒരു സമീപനം സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ സ്വീകരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും എല്ലാ റോഡുകളും ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ജനത്തിന് വലിയ ദുരിതമായി ഇത് മാറുകയും ചെയ്യും. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്, 1.5 കിലോമീറ്ററോളം, അതും കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളും പ്രധാനപ്പെട്ട റോഡുകളും എല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പരമദയനീയമായ അവസ്ഥയാണ്. കുറേ ദിവസമായിട്ട് റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന, ആർക്കും വരണ്ട, ആർക്കും പോകണ്ട, ആരോടും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. കുറേ മണ്ണ് വെട്ടിവിട്ടിട്ടുണ്ട്, രാത്രികളിൽ പണിയിട്ടിട്ട് ഇതുപോലെ വെട്ടിക്കുഴിച്ചിട്ടിട്ട് അവർ പോവുകയാണ്. കുറേ കേബിൾ കൊണ്ട് അവിടെ വെച്ചിട്ട് പോകുന്നതാണ്, കെട്ടിയിട്ടിട്ട് പോകുന്നതാണ്. നാട്ടുകാർ അനുഭവിച്ചോളൂ, എന്തുണ്ടെങ്കിലും നാട്ടുകാർ അനുഭവിച്ചു. ആരുടെടുത്തും പറയേണ്ട, ആരും കേൾക്കില്ല. ഇതെന്തൊരു നാടാണ്. വളരെ നല്ല റോഡായിരുന്നു, അത് വെട്ടിപ്പൊളിച്ച് കുളമാക്കിയിട്ടിരിക്കുക. മഴ തുടങ്ങുന്നതിന് മുൻപ് ഒരു നല്ല റോഡാണ്. മഴ തുടങ്ങിയതിന് ശേഷം അവർ വെട്ടിപ്പൊളിച്ചത്.
മഴ തുടങ്ങുന്നതിന് മുമ്പ് വെട്ടിപ്പൊളിച്ച് അത് ശരിയാക്കേണ്ടതായിരുന്നു. അത് അവർ ചെയ്യാതെ മഴ തുടങ്ങിയതിന് ശേഷമാണ് വെട്ടിപ്പൊളിച്ചത് കുളമാക്കിയിട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതെല്ലാം ഇവിടെ താമസിക്കുന്ന ആളുകളും ഇവിടുത്തെ ജനങ്ങളുമാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ള രീതിയിൽ ഇത് നമുക്കെല്ലാം കാണാൻ കഴിയും. സാധാരണ ഒരു പണി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് ടാർ ചെയ്യാം, അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ ഭാഗങ്ങളിൽ എവിടെയാണോ വെട്ടിപ്പൊളിച്ചത് ആ മണ്ണ് തന്നെ എടുത്തിട്ടിരിക്കുന്ന ഒരു സമീപനം. ഇത് സ്വാഭാവികമായും 1-2 ദിവസത്തിനുള്ളിൽ ഇവിടെ കുഴിയാകുകയും ആ കുഴി പിന്നീട് പല അപകടങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ഇത് നേരത്തെ തന്നെ മുൻകൂർ ഉദ്യോഗസ്ഥർ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര വലിയ വിഷയത്തിലേക്ക് കൊച്ചി നഗരമോ അല്ലെങ്കിൽ പനമ്പള്ളി നഗരമോ പോകില്ല എന്നുള്ളത് കൂടി ഞാൻ പറയുകയാണ്. ശരി, കടവന്ത്രയിൽ നിന്ന് ദേവൻ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദേവൻ, ഇപ്പോൾ ഈ സഹിൻ ആന്റണി സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ പ്രവർത്തികൾക്കായി മഴക്കാലമാണ്, നിർമ്മാണ പ്രവർത്തികൾക്കായി ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിച്ചിടുന്നു, പിന്നീട് അധികാരികൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ഈ കാൽനട യാത്രക്കാർക്ക് മാത്രമല്ല, ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവർക്കടക്കം ഇതൊരു അപകടാവസ്ഥയിലേക്ക് തന്നെയാണ്. ജനജീവിതം ദുരിതമാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എത്തരത്തിലാണ് കടവന്ത്രയിൽ നിന്നുള്ള കാഴ്ച, ദേവൻ? അതിൽ അശാസ്ത്രീയമായ നിർമ്മാണവും അതോടൊപ്പം തന്നെ റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തത് മൂലം കൊച്ചി നഗരത്തിലെ റോഡുകളിൽ അപകടങ്ങൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ പാലാരിവട്ടത്ത് സ്ലാബുകൾക്കിടയിൽ ഒരു സ്ത്രീയുടെ കാൽ കുടുങ്ങുകയും ഏകദേശം അരമണിക്കൂറോളമാണ് അവർ ആ വേദന സഹിച്ചുകൊണ്ട് സ്ലാബുകൾക്കിടയിൽ കിടക്കുകയും ചെയ്തത്. ഇതുപോലെ തന്നെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാൽനട യാത്രക്കാരും ഒപ്പം തന്നെ അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവരുമൊന്നും അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാനകളുടെ നിർമ്മാണങ്ങൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ തീർക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭാ അധികാരികളോ ഒന്നും ചെയ്യാത്തത് മൂലം വെള്ളക്കെട്ടുണ്ടാകുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം കൂടിയാണ് ഇത്തരത്തിൽ റോഡുകളിലും അതോടൊപ്പം തന്നെ ചെറിയ കാനകളുടെ മുകളിലും എല്ലാം ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ. ഈ അപകടങ്ങൾ ഈ കുഴികളാരും തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത്, ഒപ്പം മഴയുള്ള സമയങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത കുഴികളാണ്. ഇവയൊന്നും തന്നെ കാൽനടക്കാരുടെയോ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവരുടെയോ കണ്ണുകളിൽ പെട്ടെന്ന് ലഭിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ ചേരുന്നുണ്ട്. റോഡുകളുടെയൊക്കെ ശോചനീയാവസ്ഥ ഇപ്പോൾ ഇങ്ങനെ തുടരുകയാണല്ലോ, എങ്ങനെയാണ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടുന്നത്? നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാനും പോലും സ്ഥലമില്ല. ഇപ്പോൾ അവിടെ ഫുൾ പണിയൊക്കെ ആയി. ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു 2-3 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. ഇപ്പോഴും ഇങ്ങനെ ഈ അവസ്ഥ തന്നെ, ഒരു മാറ്റവും ഇല്ല. അതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്ര ഫയർ സ്റ്റേഷന് സമീപമുള്ള റോഡിലാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി റോഡ് ഈ തരത്തിൽ പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കരാർ നൽകിയിട്ടും പണി ഏറ്റെടുക്കുന്നതിലടക്കമുള്ള ആരോപണങ്ങൾ ഈ പ്രദേശത്തുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡിന് സമീപത്ത് കാണുന്ന കാനകളുടെ നിർമ്മാണവും അതേപോലെ തന്നെ അപകടാവസ്ഥയിൽ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാനകൾക്ക് മുകളിൽ സ്ഥാപിക്കേണ്ട സ്ലാബുകൾ കൃത്യമായ വിധത്തിൽ എവിടെയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇടയ്ക്കിടെ സ്ലാബുകൾ കൃത്യമായി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ സ്ഥാപിച്ച സ്ലാബുകളടക്കം ഇളകി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കമ്പികളും നിർമ്മാണത്തിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം ഇവിടെ തന്നെ സൈഡുകളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലാണ് കാനകളുടെ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തന്നെ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നോട്ടം എത്തുന്നില്ല എന്നുള്ളത് ഏറെ വിഷമകരമായ ഒരു കാര്യമാണ്. ഇതുമൂലം ബുദ്ധിമുട്ടിലാവുന്നത് നഗരത്തിൽ സ്ഥിരതാമസമാക്കിയവരും അതോടൊപ്പം തന്നെ ആദ്യമായി നഗരത്തിൽ എത്തുന്നവരും ഒന്നും ഇത്തരത്തിലുള്ള റോഡുകളുടെ അല്ലെങ്കിൽ കാനകളുടെ ഒന്നും ബുദ്ധിമുട്ടുകൾ അവർ അറിയുന്നില്ല. റോഡിന് വശം ചേർന്ന് നടക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഈ കാനകളുടെ മുകളിലൂടെ നടക്കുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം ഒരുപക്ഷെ അവർ അറിയണമെന്നില്ല. ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ അപകടാവസ്ഥ മാറ്റാനോ ഒന്നും ഇതിൻ്റെ കരാറുകാരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കാനയിലൂടെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു തുറന്നിരിക്കുന്ന ഒരു ഭാഗം. ഇതൊരു പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇതിലേക്കൂടെ നടന്നു വരുന്ന ഒരാൾ ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ അദ്ദേഹം വീഴുക ഈ കുഴിയിലേക്ക് തന്നെ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് റോഡുകളുടെ കാര്യം എടുത്താലും. ഈ വശത്തെ റോഡുകളും ഇതുപോലെ തന്നെ ഏകദേശം 1 വർഷത്തോളമായി അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടത്താതെ അധികാരികൾ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി സഞ്ചരിക്കുന്ന 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിവസവും സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, ദേശീയപാതയിലടക്കം ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വഴി കൊച്ചിയിലെ പല ഇടറോഡുകളും ആളുകൾ സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. എളുപ്പം ജോലിക്ക് എത്താനും അതോടൊപ്പം തന്നെ സ്കൂളുകൾക്കും എല്ലാം കുട്ടികളെ കൊണ്ടുപോകാനും എല്ലാം ഈ ഇടറോഡുകളാണ് നഗരത്തിലെ സ്ഥിര താമസക്കാർ പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഈ ഇടറോഡുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്നുള്ളതാണ് ഈ കാഴ്ചകളിൽ കാണാൻ കഴിയുന്നത്. കുറച്ചു മുമ്പ് നമ്മളോട് ഇതുവഴി യാത്രക്കാർ പോയപ്പോൾ
സംസാരിച്ചിരുന്നു. ഈ റോഡുകളുടെ ബുദ്ധിമുട്ടെല്ലാം ഏറെക്കാലമായി ഇങ്ങനെ തന്നെ തുടരുകയാണ്. അതിനൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ലെന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ചേട്ടാ, ഈ റോഡുകളെല്ലാം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളായിട്ടില്ലേ? അപ്പം അതോടൊപ്പം തന്നെ ഈ കാനകളുടെ എല്ലാം വർക്ക് പെൻഡിങ് ആണ്. കുറേ ആദ്യത്തെ ആൾ വന്ന് എടുത്തിട്ട് പോയതാ, ആളെ എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളെടുത്തു. ഇപ്പം രണ്ടാമത്തെ ആൾ മാറിയെന്നാണ് അറിയണത്. ഇപ്പോൾ പുതിയ ആളിപ്പോൾ മൂന്നാമത്തെ ആളാണ് വന്നേക്കണത്. ഇപ്പോൾ ഇനി എന്താവുമെന്ന് അറിയില്ല. ഞാൻ 1.5 മാസം ഈ കട പൂട്ടിയിട്ടതാണ് ഇവരുടെ കാണയുടെ പണിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇത്രയും മോശപ്പെട്ട നിലയിലാണ് ഈ കാണുന്നത്. ഞാൻ പറയേണ്ടതന്നെ, നിങ്ങളിപ്പോൾ വണ്ടി ഓടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അതനുസരിച്ചാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്നാ പൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കണത്. ഇപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പകുതി വരെ നിർത്തിയിട്ടുണ്ട്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ പകുതി വരെ നിർത്തിയിട്ടുണ്ട്, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് പകുതി അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിർത്തിയാണ് പണിതുകൊണ്ട് പോകണത്. മുഴുവനായിട്ടല്ല അവർ പണിയണത്. ഇവർ കരാറെടുത്തേക്കണേ എനിക്ക് തോന്നുന്നത് പി വി ആൻ്റണി റോഡ് മുഴുവനായിട്ട് എടുത്തേക്കണെന്നോ തോന്നണത്. പക്ഷേ പകുതിയാണ് പണിയൊക്കെ നിർത്തി പോകുന്നത്. അവർ തമ്മിൽ തല്ലുകൊടുത്തോണെന്ന്, അവർ തമ്മിൽ പരസ്പരം തല്ലുകൊടുത്തോണം. കോൺട്രാക്ടറും പണിക്കാരും പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ആൾ എല്ലാവരുമായിട്ട് പരസ്പരം തല്ലുകൊടുത്തോ. പിന്നെ എങ്ങനെ ശരിയാണ്? ഇപ്പോൾ 4 പ്രാവശ്യം കണ്ടും MAG അസോസിയേഷൻ്റെ അവർ സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളാണ്. എപ്പോൾ നോക്കിയാലും അവരും പണിക്കാരും അസോസിയേഷനും ഇവരൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതെപ്പോൾ തീരുമെന്നുള്ളത് അവർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല, ഒരാൾക്കും അറിയാൻ പാടില്ല എപ്പോൾ ഈ പണി തീരുമെന്നുള്ളത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതാണ് അതിനായി സമീപത്ത് തന്നെ നടത്തുന്ന കടകൾ നടത്തുന്ന ആളോട് ഇപ്പോൾ ആളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ കാരണം ഏകദേശം 1 മാസത്തോളം അദ്ദേഹത്തിന് കട അടച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് അടക്കം അടച്ചിട്ട് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. കരാർ ഏറ്റെടുക്കുന്ന കരാർ കൃത്യമായി പണി പൂർത്തിയാക്കാത്തത് മറ്റൊരു പ്രശ്നമായി തുടരുന്നുണ്ട്. കരാറുകാരും അതോടൊപ്പം തന്നെ വകുപ്പും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഈ ഏറ്റെടുത്ത കരാർ അവർ പൂർത്തീകരിക്കുന്നില്ല. ഘട്ടം ഘട്ടമായാണ് ഓരോ പ്രവർത്തനങ്ങളും അവർ നടത്തുന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ നമ്മളോട് പറയുന്നുണ്ടായി. ഈ വീടിൽ നിന്നും അകത്തോട്ട് ഇതിപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ ഒരു വീട്ടിലേക്കുള്ളൊരു വഴിയാണ്. ഇപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ വീടിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈ സ്ലാബിന് മുന്നിൽ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു സംവിധാനത്തിലൂടെ വേണം അവർക്ക് വീട്ടിനുള്ളിലേക്ക് കടക്കാൻ തന്നെ. അപ്പോൾ ഈ സ്ലാബിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏറെ കാലമായിട്ടില്ല. ഇതുവരെ പണി പൂർത്തിയാക്കാനുള്ളത് അപ്പം പിന്നെ വന്ന് നോക്കിയിട്ടില്ല ഇങ്ങോട്ട്. ഇതെന്ന് തീരുമെന്നറിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ കുറേ കുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ളതാ, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഒരു വണ്ടി കയറ്റാൻ പറ്റുള്ള, വണ്ടി ഇറക്കാൻ പറ്റുള്ള ആ പരിപോയി. അതാണ് കുട്ടികളടക്കം താമസിക്കുന്ന ഒരു വീടിൻ്റെ വഴിയാണിത്. ഇവിടോട്ട് ഇപ്പോൾ അത്യാവശ്യമായി രാത്രി ഒരു അത്യാവശ്യം ഉണ്ടായാൽ തന്നെ വണ്ടിയിൽ പോകാനുള്ള അവർക്ക് ഈ സ്ലാബിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള ഈ തകര ഷീറ്റിന് മുകളിലൂടെയൊക്കെ വേണം അവർക്ക് വീട്ടിനുള്ളിലേക്കും പുറത്തോട്ടുമെല്ലാം കടക്കാനായിട്ട്. ഇവിടെയെല്ലാം ഈ അസോസിയേഷൻ വിവിധൊരു റെസിഡൻസ് അസോസിയേഷനാണ്. ഈ അസോസിയേഷൻ്റെ വീടുകളിലെല്ലാം ഇതുപോലെ വീട്ടിൽ താമസിക്കുന്നവർക്ക് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാനും അവരുടെ വണ്ടികൾ അകത്തോട്ട് കയറ്റാനും ഒന്നും സാധിക്കുകയില്ല. അവരെല്ലാം ഇതുതന്നെ റോഡിൻ്റെ ഇരുവശത്തുമായാണ് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. അതുമൂലം ഒരു ഗതാഗത കുരുക്കും ഈ റോഡിൽ സ്ഥിരമായി സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ കൊച്ചിയിലെ മറ്റിടങ്ങളിലും ഇതുപോലെ തന്നെ ഇടറോഡുകളിലെല്ലാം യാത്രാക്ലേശങ്ങൾ വളരെ രൂക്ഷമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ കാനകളുടെ മഴക്കാലത്തിന് മുന്നായി പൂർത്തീകരിക്കേണ്ട കാനകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു കാരണമായി മാറുന്നുണ്ട്. ആതിര, ശരി, ഇത്തരത്തിൽ കൊച്ചിയിൽ കാനയിൽ വീണുള്ള അപകടങ്ങൾ കൂടുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തികൾക്കായി മാറ്റുന്ന സ്ലാബ് പിന്നീട് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ ജീവിതം അതീവ ദുരിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അധികൃതർ ഇതിനോട് മുഖം തിരിക്കുന്നുവെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊച്ചിയുടെ വിവിധയിടങ്ങളിൽ നിന്ന് സഹിൻ ആന്റണി, ആസിഫ് മുഹമ്മദ്, അതോടൊപ്പം ദേവൻ MP യുമാണ് വിശദാംശങ്ങൾ നൽകിയത്.